ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് നോക്കിയാലോ. ആദ്യം ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ച് വെക്കണം. സിമ്പിൾ ആണെങ്കിലും അവൻ പവർഫുൾ ആണ്, അതുകൊണ്ട് നമ്മൾ വിടാൻ പാടില്ല. ആ ടിഷ്യൂ കണ്ടില്ലേ, ഇതേപോലെ ഓടാതെ പിടിച്ച് നിർത്തണം അവനെ. എന്നിട്ട് ഒരു സ്കെച്ച് എടുക്കുക, എന്നിട്ട് അങ്ങോട്ട് ഇതേപോലെ കുറേ ലൈൻസ് വരച്ചു കൊടുക്കുക, കുറേ അല്ല ഒരു 4-5 എണ്ണം. എന്നിട്ട് ക്രോസും വരച്ചു കൊടുക്കണം. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കുണുണ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ, തീർന്ന്. എന്നിട്ട് ഈ ലൈൻസ് എല്ലാം നമുക്ക് ഇച്ചിരി കട്ടിയാക്കി കൊടുക്കണം, ഐ മീൻ കുറച്ചുകൂടെ ബോൾഡ് ആക്കണം. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തൂടെ ഉള്ള ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ട് ആ സ്പേസ് എല്ലാം ഞാൻ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തത്. അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നീട് ഒരു സ്കെച്ച് എങ്ങാനും എടുക്കണോടോ, അല്ലാതെ വല്ല പെയിൻ എങ്ങാനും എടുത്താൽ നീ ആ ബുക്ക് എടുത്ത് അതുപോലെ എറിയും, ആ പെയിൻ എല്ലാം എടുത്ത് നീ നശിപ്പിച്ചോളാം. അതുകൊണ്ട് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന സാധനങ്ങൾ വേണം എടുക്കാം. എന്നിട്ട് ഇത് ഫുൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് കാണാൻ തന്നെ അപ്പോഴത്തേക്ക് നല്ല ഭംഗി വരും. അതങ്ങനെ കാണാനും നല്ല ഭംഗിയാണെങ്കിലും ഞാൻ കുറച്ചുകൂടെ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഒറ്റ കളർ വേണേലും അടിക്കാം. ഞാനിവിടെ പല കളറാണ് യൂസ് ചെയ്തത്. ഇഷ്ടമുള്ള ഏത് കളർ എടുത്ത് അടിച്ചാൽ മതിയടാ. പിന്നീട് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിലും അതല്ലാത്ത വീഡിയോ ഇഷ്ടമാണെങ്കിലും സോറി അങ്ങനെയല്ല, നിങ്ങൾ ഈ ചാനൽ കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും അതൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ എന്താ ഞാൻ പറയാൻ വന്നേ, ഇത് കുറച്ച് 3D എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേടാ, ആ ഒരു ചെറുതായിട്ട് നീളത്തിൽ ഞാൻ സ്പേസ് വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി 3D എഫക്റ്റ് വരും. പിന്നെ എൻ്റെ കയ്യിൽ വൈറ്റ് പെൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഈ വൈറ്റ് പെൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മണ്ടയിൽ കൂടെ വരച്ചു കൊടുത്താലും മതി. അപ്പോൾ വൈറ്റ് പെന്നുള്ള കുട്ടികൾ അങ്ങനെ വരച്ചു കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലെ സ്പേസ് ഇട്ട് കൊടുത്താലും മതി. വളരെയധികം സിമ്പിളാണ്. ഇഷ്ടമുള്ള കളറൊക്കെ എടുത്ത് അടിച്ചു കൊടുത്തോ. പിന്നെ എന്താണ്, അത്രയൊക്കെ ഉള്ളൂ. ഇതെന്താ ഞാൻ അടിച്ച് തീരുന്നില്ലേ, പെട്ടെന്ന് അടിച്ച് തീരും. അങ്ങനെ ഇഷ്ടമുള്ള കളറൊക്കെ അടിച്ച് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് ഈ സൈഡിൽ ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കർ ഉണ്ടല്ലോടാ, അത് പയ്യെ ഇളക്കണം, സൂക്ഷിച്ചിളക്കണം, ഇല്ല അത് മൊത്തത്തിൽ കീറിപ്പോവും. പിന്നെ എന്നെയൊന്നും പറയരുത്. അങ്ങനെ പയ്യെ അതൊക്കെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം തീർന്നടാ. കണ്ടില്ലേ, സിമ്പിൾ ആൻഡ് പവർഫുൾ. പക്ഷെ എന്തൊരു കുറവില്ലേ, ഇങ്ങനെ തിരിച്ചു നമുക്ക് കുറച്ചുകൂടെ 3D എഫക്റ്റ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ അടിച്ച കളർ തന്നെ നമ്മൾ ഒന്നുകൂടെ ആ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അടിച്ചു കൊടുക്കണം. ആ വൈറ്റ് സ്പേസ് അല്ലടാ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ ഒന്നുകൂടെ അടിപൊളിയാവും. ഇപ്പം എങ്ങനെയുണ്ട്, മുടുക്കനായല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ.